തെരളിയപ്പം അരിപ്പൊടിയും ശർക്കരയും തേങ്ങയും ഒക്കെ കൂടെ കുഴച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ വിഭവം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നിവേദ്യങ്ങളിൽ ഒന്നാണ്. പായസം, ഈ തെരളിയപ്പം, അല്ല മണ്ടപ്പുറ്റ്, വെള്ള നൈവേദ്യം, ഇത് നാലുമാണ് വിശിഷ്ട നൈവേദ്യങ്ങളായി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തയ്യാറാക്കി സമർപ്പിക്കുന്നത്. ഇന്ന് ഈ തെരളിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ അരിപ്പൊടിയാണ് എടുക്കുന്നത്. ആദ്യം അരിപ്പൊടി തയ്യാറാക്കുന്നതിനായിട്ട് പച്ചരി 4 മുതൽ 6 മണിക്കൂർ വരെ നന്നായിട്ട് കുതിർത്ത് കഴുകി ഇതുപോലെ വെള്ളം വാരാനായിട്ട് ഒരു കോട്ടൺ തുണിയിൽ നിരത്തി വയ്ക്കുക. ഇപ്പം കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പം വെള്ളം നന്നായിട്ട് വാർന്ന് കിട്ടിയിട്ടുണ്ട്, ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. എങ്കിലും ചെറിയ നനവ് കാണും അരിയിൽ. അത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് പൊടിച്ചാൽ മതി. ശകലം തരിതരിപ്പ് കാണും, പുട്ടിൻ്റെ പൊടി പോലെ. അത് അരിക്കേണ്ട കാര്യമില്ല. അത് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ആദ്യം വറക്കുമ്പം അരിയിൽ വെള്ളമയമുള്ളത് കൊണ്ട് നമുക്കത് ഇളക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വരും. ചൂട് തട്ടും തോറും നമുക്കിതുപോലെ എളുപ്പം ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. നന്നായിട്ട് വറന്ന് വരുമ്പം അതിൽ ഇതുപോലെ ചെറിയ ചെറിയ ഉണ്ടകൾ തട്ടിയെന്ന് കാണാം. അല്ലെങ്കിൽ ആ പൊടി എടുത്തൊന്ന് വരച്ച് നോക്കിയാൽ മുറിയാത്ത വര വരുന്ന രീതിയിൽ കിട്ടണം. കറക്റ്റായിട്ട് അരി വറന്ന് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ തണുത്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്നും കൂടെ പൊടിച്ചെടുക്കാം. ഈ ചെറിയ ഉണ്ടകൾ ധാരാളം കാണും. അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാനായിട്ട് അരിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ഒരു വര വരയ്ക്കാനായിട്ട് പറ്റണം. പൊടി കൊണ്ട് വറുത്ത് കഴിയുമ്പോൾ നല്ല മണവും വരും. അതാണ് ആ വറന്ന് കിട്ടുന്ന പൊടിയുടെ പരുവം. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് കഴിയുമ്പോൾ ആ ഉണ്ടകളൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. എളുപ്പമായിട്ട് നമുക്ക് ഇതുപോലെ നല്ല നൈസ് പൊടി, അത് ശകലം തരിതരിപ്പോടെ പുട്ടിൻ്റെ പൊടിയാണ്. ഉണ്ടകളില്ലാതെ നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഈ പൊടി നമുക്ക് തെരളിയപ്പം, മണ്ടപ്പുറ്റ് ഇല്ലെങ്കിൽ സാധാരണ പുട്ടുണ്ടാക്കാനും തയ്യാറാക്കാം. ഇനി തെരളിയപ്പം ഉണ്ടാക്കാനായിട്ട് ഫ്രഷ് വഴണയില കിട്ടുകയാണെങ്കിൽ അതെടുക്കുക. അപ്പം ദൂരെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ വഴണയില ഫ്രഷായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഇതുപോലത്തെ വഴണയില ഉണക്കിയെടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് തന്നെ തെരളിയപ്പം തയ്യാറാക്കിയെടുക്കാം. നല്ല ചൂടുവെള്ളത്തിൽ ആ ഇലയൊന്ന് നന്നായിട്ട് കുതിർത്ത് വെച്ചാൽ മതി. ഇതുപോലെ നന്നായിട്ട് മടങ്ങി കിട്ടും. എന്നിട്ട് ആ ഇല വെള്ളത്തിൽ നിന്ന് എടുത്ത് നന്നായിട്ട് വെള്ളം വാർന്നെടുത്തതിന് ശേഷം നമുക്ക് അതിൽ തന്നെ തെരളിയപ്പം തയ്യാറാക്കാം. ആദ്യം പഴം ചേർത്തിട്ടുള്ള തെരളിയപ്പം തയ്യാറാക്കാനായിട്ട് ഇപ്പോൾ തയ്യാറാക്കിയ മാവിൽ നിന്ന് 1.5 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. ഏത് ഗ്ലാസ്സിലാണോ പൊടി എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തേങ്ങയും ശർക്കരയും എടുക്കുക. ഇപ്പോൾ അതിലേക്ക് 1 ഗ്ലാസ് തേങ്ങ നല്ല പ്രസ് ചെയ്ത് അളന്നാണ് എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ 1.5 ഗ്ലാസ് തേങ്ങ എടുക്കുക. തേങ്ങയും പൊടിയും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം 1 ഗ്ലാസ് ചിരകിയ ശർക്കരയും കൂടെ ചേർക്കുക. ശർക്കര അവരവരുടെ മധുരത്തിന് ഒരു 3/4 ഗ്ലാസ് തൊട്ട് 1.25 ഗ്ലാസ് വരെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് പഴം ചേർത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട്. കുഴയ്ക്കാൻ ആവശ്യമുള്ള പഴം നമുക്ക് ചേർത്ത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ 4 പഴത്തോളം ചേർത്തിട്ടുണ്ട്. അല്ല കയ്യിൽ ഉള്ള പഴം വെച്ചിട്ട് മാവ് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് തേങ്ങ പൊട്ടിക്കുമ്പം അതിൽ ശകലം വെള്ളം ഒഴിച്ച് ഇതുപോലെ 1-2 ടീസ്പൂൺ ഒഴിച്ച് കുഴച്ചെടുക്കാവുന്നതാണ്. അല്ലാതെ തെരളിയപ്പത്തിൽ വെള്ളം ചേർത്ത് കുഴയ്ക്കരുത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ പിടിച്ചെടുത്ത് ആവിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് ഒരുപാട് ലൂസായിട്ട് പോകാനും പാടില്ല. നമ്മൾ കൈ കൊണ്ട് പിടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാവായിരിക്കണം. ഒരു 20 മിനിറ്റോ 15 മിനിറ്റോ മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടും. ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ പിടിയുടെ ഷേപ്പിൽ
ഉരുട്ടി ഇലയിൽ ഇതുപോലെ ചുരുട്ടി നമുക്ക് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് തയ്യാറാക്കി വയ്ക്കാം. ഇനിയും ഇല വലുതാണെങ്കിൽ ഒരേ ഇലയിൽ 2 3 തെരളിയപ്പം നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാം. ഇപ്പം നാട്ടിലാണെങ്കിൽ പച്ച ഈർക്കലിൻ്റെ ഇളം ഈർക്കലിലാണ് ഈ തെരളിയപ്പം മാല പോലെ കോർത്ത് വേവിക്കാനായിട്ട് അപ്പച്ചെമ്പിലേക്ക് വെക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമുക്ക് കാണാവുന്ന പ്രധാനപ്പെട്ട നിവേദ്യങ്ങളിൽ ഒന്നാണ് ഈ തെരളിയപ്പം. ഇതുപോലെ ഇലയിൽ ചുരുട്ടി തയ്യാറാക്കി വയ്ക്കുക. തയ്യാറാക്കിയ തെരളിയപ്പം ഇഡ്ഡലി തട്ടിൽ വെച്ച് അപ്പച്ചെമ്പിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. ആവി നല്ലോണം വരുന്നത് വരെ വലിയ തീയിൽ വേവിക്കുക. അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ വേവിച്ചെടുക്കുകയാണെങ്കിൽ തെരളിയപ്പം നല്ലോണം വെന്ത് കിട്ടും. അതിൻ്റെ ഉൾഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടും. ശർക്കര ചേർത്തിട്ടുള്ളത് കൊണ്ട് ചൂടായിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് ചെറുതായിട്ട് വെന്തിട്ടില്ല എന്നൊരു സംശയം തോന്നുന്നുണ്ടെങ്കിലും നന്നായിട്ട് വെന്തിരിക്കും. തണുത്തതിന് ശേഷം അത് റെഡിയായി കാണും. ഇനി രണ്ടാമത്തെ രീതിയിൽ തെരളിയപ്പം തയ്യാറാക്കുന്നതിന് ഇപ്പോൾ പഴം ചേർക്കുന്നില്ല. ആദ്യം നമ്മൾ ശർക്കര ഡയറക്റ്റായിട്ട് മാവിൽ ചേർത്ത് കുഴച്ചു. അതിന് പകരം വേണമെങ്കിൽ ശർക്കര ഉരുക്കിയും ചേർക്കാം. അതിലുള്ള തരി ഒന്ന് മാറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ സാധാരണ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പണ്ട് കാലത്ത് ഇതുപോലെ ഉരുക്കാറില്ല, ഡയറക്റ്റായിട്ടാണ് ചേർക്കുന്നത്. പഴം ചേർക്കാതെ തയ്യാറാക്കുന്നതിന് ഇതിൽ 2 ഗ്ലാസ് ശർക്കരയാണ് ഉരുക്കിയെടുത്തിരിക്കുന്നത്. തയ്യാറാക്കിയ അരിപ്പൊടി 2.5 ഗ്ലാസും തേങ്ങ 2.25 ഗ്ലാസും എടുത്തിട്ടുണ്ട്. ആദ്യം അരിപ്പൊടിയും തേങ്ങയും നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം ഉരുക്കിയ ശർക്കര ഇതുപോലെ അരിച്ച് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനി ഒരുപാട് വെള്ളമായിട്ട് തയ്യാറാക്കരുത്. അങ്ങനെയാണെങ്കിൽ എല്ലാ പാനിയും നമുക്കിതിൽ ഒഴിക്കാനായിട്ട് പറ്റത്തില്ല. നന്നായിട്ട് യോജിച്ച് കിട്ടിയതിന് ശേഷം അതിലേക്ക് ഏലക്കാപ്പൊടിയും നെയ്യും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കിയതുപോലെ തന്നെ തെരളിയപ്പം തയ്യാറാക്കി എടുക്കാം. അപ്പം ഫ്രഷായിട്ടുള്ള വഴണയില കിട്ടുകയാണെങ്കിൽ തെരളിയപ്പം തയ്യാറാക്കാൻ ഏറ്റവും ബെസ്റ്റ് അതാണ്. ഇതുപോലെ ഫ്രഷായിട്ടുള്ള വഴണയിലയിൽ തയ്യാറാക്കുക. അപ്പോൾ അതിന് കുറച്ചും കൂടെ മണം നന്നായിട്ട് കിട്ടും. അപ്പോൾ അത് കിട്ടാത്തവർക്കാണ് ആദ്യം നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന വഴണയിലയിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തന്നത്. 2 രീതിയിലും നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഈ 2 തെരളിയപ്പത്തിനും പഴം ചേർത്ത തെരളിയപ്പം എളുപ്പം ഒരു ദിവസമേ നിൽക്കത്തുള്ളൂ. ഇതുപോലെ പഴം ചേർക്കാതെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്കത് 2-3 ദിവസം കേടുകൂടാതെ തന്നെ വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ദിവസം ഇരിക്കും. പുറത്ത് വയ്ക്കുന്ന കാര്യമാണ്. 2-3 ദിവസം കേടുകൂടാതെ ഈ തെരളിയപ്പം നമുക്ക് തയ്യാറാക്കി വയ്ക്കുകയും ചെയ്യാം. 2 രീതിയിലും നമുക്ക് തെരളിയപ്പം തയ്യാറാക്കിയെടുക്കാം. ആദ്യം വേവിച്ചതുപോലെ തന്നെ അപ്പച്ചെമ്പിൽ 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. ഈ 2 തെരളിയപ്പവും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. നമുക്ക് ആവിയിൽ വേവിച്ചതുകൊണ്ട് എണ്ണമയത്തിൻ്റെ ഒട്ടുമില്ലാതെ ഇതുപോലെ അതേ കൂട്ടുകൾ വെച്ച് തന്നെ നമുക്ക് തെരളിയപ്പം തയ്യാറാക്കി എടുക്കാം. ഉണ്ണിയപ്പത്തിന് നമ്മൾ എടുക്കുന്ന അതേ കൂട്ടുകളാണ് ഇതിനും തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമുക്കിത് നൈവേദ്യമായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം. അല്ലാതെ എണ്ണമയമില്ലാതെ അപ്പം തയ്യാറാക്കണമെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കുകയും ചെയ്യാം. എല്ലാവരും തയ്യാറാക്കി നോക്കുക.